ഇത്ര ദിവസമായിട്ടും ആ കാണാതായ 4 കിലോ ആണോ 5 കിലോ ആണോ അത്ര അറിയില്ല. ആ സ്വർണം ഇപ്പോഴും എവിടെയാണ്, എങ്ങോട്ട് പോയി എന്ന കാര്യം ദുരൂഹമായി നിൽക്കുന്നു എന്നുള്ളത് ശബരിമലയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് പറയേണ്ടി വരും. 2019 കൈമാറിയത് സ്വർണം പൂശിയ ചെമ്പുപാളിയാകാം എന്ന അക്കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ഹൈക്കോടതി നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമുള്ള അന്വേഷണം വേണം. ശബരിമലയുമായി ബന്ധപ്പെട്ട മോശമായ ഒന്നും താൻ ചെയ്തിട്ടില്ലെന്നും ഒരു തരി പൊന്നുപോലും പോയിട്ടില്ലെന്നും എ പത്മകുമാർ പറഞ്ഞു. 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിൻ്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ, അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല. അതെന്താ സംഭവിച്ചതെന്നുള്ളതും ഇത് കൊടുത്തയച്ചതും അതല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡും പ്രകാരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം ചെമ്പ് പാളി ആയതുകൊണ്ടാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിനകത്ത് പെടുത്തണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാണ് എൻ്റെ ആവശ്യം. എ വി ജയശങ്കർ ജയശങ്കർ, ആ സിനിമയ്ക്കകത്ത് ജഗദീഷിനോട് കൊച്ചി ഹനീഫ താക്കോൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന സംഭാഷണം പോലാണ്. പത്മകുമാർ തുടക്കത്തിൽ പറയും അതിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറയും, എന്നാൽ ആ സംസാരത്തിൻ്റെ ഏറ്റവും ഒടുക്കം പറയും ചെമ്പാണെന്ന് പറയും, അതുകൊണ്ടാണ് ചെമ്പുവാളി എഴുതിയേക്കെന്ന് പറയും. ഒന്നാമത്തെ കാര്യം, ഇതിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് വളരെ പാസീവായി പത്മകുമാർ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ജയശങ്കർ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ശബരിമലയിലെ മാത്രമല്ല മറ്റു പല സ്ഥലത്തെയും കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്ന് പാസീവായി പറഞ്ഞു പോയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് ജയശങ്കർ? ആശ്മി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അവിടെ ചെമ്പ് തന്നെയായിരുന്നു കൊണ്ടുപോയതെന്നാണ്. പക്ഷെ ഇന്ന് അതൊരു എ പത്മകുമാർ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത നിലപാട് പിന്നെയും പറയുകയായിരുന്നു. പത്മകുമാർ ആദ്യം പറഞ്ഞത് ഞാൻ അവിടെ സ്വർണ്ണം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് അത് സ്വർണ്ണപ്പാളി തന്നെയാണെന്ന് ആർക്കാണ് സംശയമെന്ന് ചോദിക്കുന്നു. പിന്നെ ആ സംഭാഷണത്തിന് അവസാനം അത് ചെമ്പുപാളി ആയത് എങ്ങനെ ചോദിക്കുമ്പോൾ അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് എന്ന് പറയുന്നു. അത് അത്ര കിലോ സ്വർണ്ണമില്ല എന്ന് പത്മകുമാർ പറയും. അത്ര കിലോ സ്വർണ്ണമില്ല എന്ന് എങ്ങനെയാണ് പത്മകുമാർ പറയാൻ പറ്റുക? കാര്യം ഈ പറയുന്ന സ്വർണ്ണത്തിൻ്റെ തൂക്കവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖ അവിടെ ഉള്ളതായി നമുക്ക് ഇപ്പോഴും അറിയില്ല. 30.3 കിലോ എന്ന് വിജയമല്യ പറയുന്നത് പത്രവാർത്തയാണ്. നമ്മൾ വിജയമല്യ അന്ന് വാർത്താ സമ്മേളനം നടത്തിയതിന് തൊട്ട് പിറ്റേ ദിവസത്തെ മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ വന്ന വാർത്ത ഉദ്ധരിച്ചാണ് 30.3 കിലോ എന്ന് പറയുന്നത്. അതല്ലാതെ വിജയമല്യ കൊടുത്ത സ്വർണ്ണത്തിൻ്റെ കണക്ക് ദേവസ്വത്തിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇനി രേഖകൾ ഉണ്ടോ എന്നറിയില്ല, അത് പുറത്തേക്ക് വരാത്താണോ എന്നും അറിയില്ല. എ വി ജയശങ്കർ തുടർന്നു. ജയശങ്കർ, ഞാൻ ചോദിച്ചത് ശബരിമലയിലെ മാത്രമല്ല മറ്റു പലയിടത്തെയും വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് വളരെ പാസീവായി പറഞ്ഞുപോയി പത്മകുമാർ. അത് ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ ജയശങ്കർ. അശ്മി, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPM-ന്റെ പത്തനംതിട്ടയിലെ സമന്വിതനായ നേതാവ് എ പത്മകുമാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ എന്തൊക്കെയോ ഉൾക്കളികൾ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്തൊക്കെയോ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് അനന്തഗോപനുമായി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി നേരിട്ടൊരു വാഗ്വാദത്തിലേക്ക് പത്മകുമാർ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദേവസ്വം മാനുവൽ ലംഘിച്ചു എന്ന് അനന്തഗോപൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, വിദേശയാത്രകൾ ഉൾപ്പെടെ മാനുവൽ അനുസരിച്ചാണോ ചെയ്തത് എന്നായിരുന്നു പത്മകുമാറിൻ്റെ മറുചോദ്യം. എന്തായാലും അത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് 2019 പത്മകുമാറിൻ്റെ കാലഘട്ടം അത് വലിയ വിവാദങ്ങളാവുകയും ആ കാലഘട്ടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നു. ചെമ്പാണോ സ്വർണ്ണമാണോ കൊണ്ടുപോയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ ആ അടിമുടി ആശയക്കുഴപ്പവും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് എ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ മറ്റിടങ്ങളിലെയും വിവരങ്ങൾ പറയാനുണ്ട് എന്ന് ഒരു പാസീവായ ഒരു കാര്യം പറയുന്നു. ആ കാര്യം എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്, എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുമെന്നത് ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അശ്മി സൂചിപ്പിച്ചതുപോലെ അതിനെ അങ്ങനെ തള്ളിക്കളയാനാകില്ല, ഗൗരവമായി തന്നെ കാണണം. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹൈക്കോടതി നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കട്ടെ, പരിശോധന നടക്കട്ടെ. ഈ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം അവിടെ നിന്ന് പോയി എന്നൊരു കാര്യം പറഞ്ഞപ്പോഴാണ് താനിത് ചെമ്പാണെന്ന് പറഞ്ഞു. ഇപ്പോഴെന്തായാലും രേഖകൾ പരിശോധിക്കപ്പോൾ ചെമ്പാണെന്ന് മനസ്സിലാവും എന്നൊക്കെയാണ് പത്മകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടത്തുന്ന ഒരു പ്രതികരണം. അടിമുടി ഒരു ആശയക്കുഴപ്പം അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ ഉണ്ട് താനും. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം ഒരു പരിധിവരെ വ്യതിചലിക്കുകയും രേഖകൾ പരിശോധിച്ചു, നിങ്ങൾക്ക് മഹസൂർ ഉൾപ്പെടെ പരിശോധിക്കാമല്ലോ എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ പത്മകുമാർ എത്തുന്നത്. എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അത് ഇവിടെയൊന്നും അവസാനിക്കില്ല, അതിന് ഇനിയും തലങ്ങളുണ്ട് എന്ന് തന്നെയാണ് വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒറ്റ വാക്കിൽ എ പത്മകുമാർ പറയുന്നത് അവിടെ അവിടെ സ്വർണ്ണം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അത് മനസ്സിലായോ അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക്?
ആശ്മി, തുടക്കം മുതൽ പത്മകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് ചെമ്പ് തന്നെയാണ്, അവിടെ സ്വർണ്ണമില്ല, സ്വർണം പൂശിയ ചെമ്പ് എന്ന നിലപാടിൽ തന്നെയാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നമ്മൾ കഴിഞ്ഞ 3-4 തവണ പ്രതികരണം തേടിയ ഘട്ടത്തിലും അതുതന്നെയായിരുന്നു. ഇന്നും അദ്ദേഹം അതേ ചെമ്പ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ആ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ആ രേഖകളൊക്കെ പരിശോധിക്കും, അപ്പോൾ മനസ്സിലാവും. അതൊക്കെ ആ പരിശോധനയിലൂടെയല്ലേ അത് കാര്യം സ്ഥിരീകരിക്കേണ്ടെന്ന രീതിയിൽ കൂടി അദ്ദേഹം അതിനൊരു വിശാല അർത്ഥത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം സ്ഥിരീകരിച്ച രീതിയിൽ ചെമ്പ് തന്നെ എന്ന് പറഞ്ഞ പത്മകുമാർ ഇന്ന് നിലപാട് ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ആ രേഖകളൊക്കെ പരിശോധിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്ന തരത്തിൽ നിലപാട് മാറ്റുന്നുണ്ട്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല, അതിങ്ങനെ തുടരുകയാണ്. ഇനി എന്തായാലും 14-ാം തീയതി ഉൾപ്പെടെ കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിശോധിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് വിജിലൻസിൻ്റെ അന്വേഷണം അത് സമഗ്രമായി പോകുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇടത് രാഷ്ട്രീയത്തിൽ പോലും ഇളക്കി മറിക്കാവുന്ന ഒരു സംഭവമായി ഈ സ്വർണ്ണപ്പാളി വിവാദം. എന്തായാലും ആ ഡിവിഷൻ ബെഞ്ച് ആ വിഷയം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ മഹസർ വിളിച്ചു വരുത്തുമ്പോൾ ഇത്രയും വലിയ ഒരു പണ്ടോരപ്പെട്ട് തുറക്കലാണ് എന്നൊരു പക്ഷേ കോടതി പോലും കരുതിയിട്ടുണ്ടോ എന്നറിയില്ല. അതിനുശേഷം പുറത്തേക്ക് വന്ന മാധ്യമങ്ങളുടെ അന്വേഷണം അടക്കം പുറത്തേക്ക് വന്ന 100 വിവരങ്ങൾ, 100 വെളിപ്പെടുത്തലുകളുണ്ട്. അതിനുശേഷം വീണ്ടും അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. ഹൈക്കോടതി ആ വിഷയത്തിൽ കണിശമായ നിലപാടാണ് ആദ്യ 3 ഇടക്കാല ഉത്തരവ് ഇതിനോടകം തന്നെ ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ട്. 3 ഇടക്കാല ഉത്തരവ് വായിച്ചാലും അങ്ങേയറ്റം കണിശമായ ഏതെങ്കിലും തരത്തിലൊരു കോംപ്രമൈസ് ഇല്ലാത്ത നിലപാട് ആ വിഷയത്തിൽ കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഇടക്കാല ഉത്തരവുകൾക്ക് അപ്പുറമുള്ള കുറേ അധികം വിവരങ്ങൾ വന്നതിന് ശേഷം അത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി അതിൽ നടത്താൻ പോകുന്ന പരാമർശങ്ങൾ ഒരുപക്ഷെ അത് ശബരിമലയെ സംബന്ധിച്ച് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്, നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.